ഇവിടെ ചോദ്യം UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മതരാഷ്ട്രവാദികളാണ്, വർഗീയവാദികളാണ്, സംഘ്പരിവാറിനെ പോലെ തന്നെ എന്ന പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുമ്പോൾ അവരുമായി ഒരു രാഷ്ട്രീയ സഹകരണത്തിലേക്ക് പോകുന്നു. അതിൻ്റെ രാഷ്ട്രീയം നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ UDF CPM-നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുപടി പറയാനാണ് ശ്രമിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ UDF എടുത്ത തീരുമാനം ഏതൊക്കെ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നത്? ഏതു തരത്തിലുള്ള വിമർശനമാണ് നിങ്ങൾ തിരിച്ചുന്നയിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ആയിക്കൊണ്ടാണ് ഇവർ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ സംശയം ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയാണോ എന്നാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ വെള്ളപൂശാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ജമാഅത്തെ ഇസ്ലാമി മൗദൂദി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി 2011 ഒരു രാഷ്ട്രീയ രൂപത്തിന് നേതൃത്വം കൊടുത്തത് വെൽഫെയർ പാർട്ടി. ഇവിടെ യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ആശയാടിത്തറയെ വിശദീകരിക്കുന്ന പണിയാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇന്ന് മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിശിതമായി വിമർശനം രേഖപ്പെടുത്തിയിട്ടുള്ള കാൻഡിഡേറ്റാണ്. ഇവിടെ 4 വോട്ട് കിട്ടാൻ ഏത് വർഗീയവാദികളുടെയും മുന്നിലും സന്ധി ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസും UDF-ഉം ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അപകടകരമായ രാഷ്ട്രീയ സൂചനയാണ് കേരളത്തിന് നൽകുന്നത്. എല്ലാ കാലത്തും കേരളം ഈ നാടിന് മുഴുവൻ ഏറ്റവും മാതൃകാപരമായി നിന്നിട്ടുള്ളത് എങ്ങനെയാണ്? മതേതര നിലപാട്, മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഈ വോട്ട് വാങ്ങിച്ചാലും കോൺഗ്രസിന്റെ മതേതര നിലപാടിന് UDF-ന്റെ മതേതര നിലപാടിന് ഒരു പോറലും കോട്ടവും ഏൽക്കില്ല. അതാണ് അവരുടെ രാഷ്ട്രീയ വിശദീകരണമെങ്കിലോ? ആ രാഷ്ട്രീയ വിശദീകരണം ഇരട്ടത്താപ്പാണ്. ഇവിടെ പറഞ്ഞതുപോലെ RSS-ന്റെ എല്ലാവരും വർഗീയവാദികളാണെന്ന് പറയാറുണ്ട്. RSS-ന്റെ രാഷ്ട്രീയമാണ് BJP. ജമാഅത്തെ ഇസ്ലാമിയും വർഗീയവാദികളാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിന്റെ ആപത്താണ്. വർഗീയതയെ എതിർത്ത് തോൽപ്പിക്കാൻ മറ്റൊരു വർഗീയതയെ ചേർത്ത് പിടിക്കുകയല്ല വേണ്ടത്. വർഗീയതയും ഏറ്റുമുട്ടിയാൽ അത് ഈ നാടിനെ കൂടുതൽ കലാപഭൂമിയാക്കുകയുള്ളൂ. ആ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും ഈ നാടിനെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാണ്.